ദേശീയപാത കൂരിയാട് പുതിയ പാലം നിർമ്മിക്കാതെ പഴയ പാലം ആറുവരിപ്പാതയുടെ ഭാഗമാക്കിയതിനെതിരെയുള്ള പരാതിയിൽ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. 5 പതിറ്റാണ്ട് പഴക്കമുള്ള പാലമാണ് ദേശീയപാത കൂരിയാട് പുതിയ ആറുവരിപ്പാതയുടെ ഭാഗമാക്കിയിരിക്കുന്നത്. പുതിയ പാലം നിർമ്മിക്കാതെ പഴയ പാലം ഉപയോഗപ്പെടുത്തി വീതി കുറഞ്ഞ റോഡ് നിർമ്മിച്ചതിനെതിരെയാണ് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിരുന്നത്. പരാതിയിൽ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ കലക്ടർ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പരാതിയുടെ കോപ്പി സഹിതം വെച്ചാണ് പരിശോധിച്ച് നടപടി സ്വീകരിക്കുവാൻ ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സർവീസ് റോഡടക്കം 8 വരിപ്പാത കൂരിയാട് പാലത്തിൽ വെറും 5 വരിപ്പാതയാകുന്നതിനെതിരെയായിരുന്നു റസാഖ് പരാതി നൽകിയിരുന്നത്. 5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കൂരിയാട്ടെ പഴയ പാലം അതേപടി നിലനിർത്തി പുതിയ റോഡിനോടൊപ്പം ചേർത്ത് തട്ടിക്കൂട്ടിയാണ് ഇവിടെ ദേശീയപാത നവീകരിച്ചിരിക്കുന്നത്. കരയിടിച്ചിലും പാലത്തിൻ്റെ ബലക്ഷയവുമെല്ലാം മുമ്പേ നിരന്തരം ചൂണ്ടിക്കാണിക്കപ്പെട്ട ഇവിടെ വീതിയോടുകൂടിയ പുതിയ പാലം നിർമ്മിക്കുന്നതിന് പകരം പഴയതിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്തി പുതിയ ദേശീയപാതയുടെ ഭാഗമാക്കുകയായിരുന്നു. ഇവിടെ 2 സൈഡിലും സർവീസ് റോഡും അധികൃതർ നിർമ്മിച്ചിട്ടില്ല. കോഴിക്കോട് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന പാലം 3 വരിയാണെങ്കിലും തൃശ്ശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പാലം 2 വരിയാണ്. ഇതാകട്ടെ 6 വരിപ്പാതയിലൂടെ വരുന്നതും സർവീസ് റോഡിലൂടെ വരുന്നതും വന്നു ചേരുന്നത് ഈ റോഡിലേക്കാണ്. വീതി കൂടിയ റോഡിൽ നിന്നും വീതി കുറഞ്ഞ പാലത്തിലേക്ക് പൊടുന്നനെ എത്തുമ്പോൾ ഇവിടെ വലിയ അപകടങ്ങൾക്ക് കാരണമാകും. പഴയ പാലം 2 വരിപ്പാതയാണ്. അത് അതുപോലെ തന്നെ നിലനിർത്തുകയാണ് KNRC ചെയ്തിട്ടുള്ളത്. 6 വരിപ്പാതയിൽ കൂടി കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളും സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളും പാലത്തിന് തൊട്ടുമുമ്പ് പ്രധാന പാതയിലേക്ക് കടക്കുമ്പോൾ അത് വീതി കുറഞ്ഞ ഭാഗത്താണ്. 6 വരിപ്പാതയിലൂടെ വരുന്ന വാഹനങ്ങളുടെ വേഗതയും സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കടക്കുന്ന വാഹനങ്ങളും കൂട്ടിയിടിക്കുവാൻ സാധ്യതയും ഏറെയാണ്. അതിനാൽ തന്നെ പ്രദേശത്ത് വീതിയോടുകൂടിയ പുതിയ പാലം നിർമ്മിക്കുകയോ ഇതേ വീതിയിൽ മറ്റൊരു പാലം നിർമ്മിക്കുകയോ ചെയ്യണമെന്നായിരുന്നു UA റസാഖ് നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നത്. സർവീസ് റോഡിനെങ്കിലും മറ്റൊരു പാലം ഇവിടെ അനിവാര്യമാണെന്നും ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. 3 വരിപ്പാതയും സർവീസ് റോഡും പാലത്തിലേക്കെത്തുമ്പോൾ 2 വരിപ്പാതയിലേക്ക് ചുരുങ്ങുകയാണ്. സർവീസ് റോഡിൽ മാത്രം യാത്ര ചെയ്യാൻ അനുവാദമുള്ള ബൈക്ക്, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ പുതിയ പാതയിലേക്ക് പ്രവേശിക്കാതെ വേറെ വഴിയുമില്ല. ഇത്തരത്തിൽ വീതി കുറഞ്ഞ പാലത്തിലേക്ക് വാഹനങ്ങൾ എത്തുമ്പോൾ അപകട സാധ്യത ഏറെയാണ്. ഇതിനാലാണ് യൂത്ത് ലീഗ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.